ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെയില്ലാതെയാകും. ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെയില്ലാതെയാകും. ബന്ധുവാവീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ബന്ധുവാമീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ സുഖം നൽകിടുവാൻ ആത്മനാഥനല്ലാതാരുമില്ല. ആത്മാവിന്റെ സുഖം നൽകിടുവാൻ ആത്മനാഥനല്ലാതാരുമില്ല. ആർത്തിയോടെ വരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മനാഥനുള്ളിൽ വാസമാകും. ആർത്തിയോടെ വരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മനാഥനുള്ളിൽ വാസമാകും. മാറാത്ത ബാധകൾ മാറിപ്പോകൂ, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. മാറാത്ത ബാധകൾ മാറിപ്പോകും, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. മാന്ത്രികവും വേണ്ട മാന്ത്രികനും വേണ്ട, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. മാന്ത്രികവും വേണ്ട മാന്ത്രികനും വേണ്ട, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. സൂര്യനുദിച്ചു പ്രകാശിക്കുമ്പോൾ കൂരിരുൾ പാടെ ഇല്ലാതെയാകും. സൂര്യനുദിച്ചു പ്രകാശിക്കുമ്പോൾ കൂരിരുൾ പാടെ ഇല്ലാതെയാകും. കൂടാകോടി വിളക്കുണ്ടെന്നാലും കൂരിരുൾ പാടെ മാറുന്നതില്ല. കോടാകോടി വിളക്കുണ്ടെന്നാലും കൂരിരുൾ പാടെ മാറുന്നതില്ല. ഏകനാം സൂര്യനുദിച്ചിടുമ്പോൾ കൂരിരുളാകെ ഇല്ലാതെയാകും. ഏകനാം സൂര്യനുദിച്ചിടുമ്പോൾ കൂരിരുളാകെ ഇല്ലാതെയാകും. ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെയില്ലാതെയാകും. ബന്ധുവാമീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ബന്ധുവാമി
ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം. ഭഗവാനേ വാഴ്ത്തുന്നു, ഭഗവാനേ വാഴ്ത്തുന്നു. ഏഴയാം ഞാൻ എൻ്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. മാലിന്യമാകെയും മാറ്റുവാൻ അതിനുള്ള ജ്ഞാനമെൻ്റെ ആത്മാവിൽ നൽകണമേ. ഭഗവാനേ വാഴ്ത്തുന്നു. ഭക്തരായുള്ളവർക്ക് മുക്തി കൊടുപ്പവനെ, ഭക്തരായുള്ളവർക്ക് മുക്തി കൊടുപ്പവനെ. ഭക്തപ്രിയ ഞാനങ്ങി നിത്യം സ്തുതിച്ചിടുന്നേ. ജ്ഞാനപ്രകാശരൂപ ജ്ഞാനപ്രകാശരൂപ ദിവ്യ തേജസ്സിൻ കാന്ത ആത്മാവിൽ രൂപമായി നിത്യം വിളങ്ങണമേ. ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം. മിന്നിത്തിളങ്ങിടുന്ന മങ്ങാത്ത ദീപമായി മൺശരീരത്തിനുള്ളിൽ നിത്യം പ്രകാശിക്കണേ. മിന്നിത്തിളങ്ങിടുന്ന മങ്ങാത്ത ദീപമായി മൺശരീരത്തിനുള്ളിൽ നിത്യം പ്രകാശിക്കണേ. വേദത്തിൽ കാതലായി ആത്മാവിൽ കാന്തനായി, വേദത്തിൽ കാതലായി ആത്മാവിൽ കാന്തനായി, കാരുണ്യക്കാതലായി വാഴും പരമാത്മാവേ. ആരിലും വാഴുന്നോനെ, ആരും ആരാധിക്കോനെ, ആനന്ദ സമ്പൂർണനായ ആത്മാവിൽ വാഴുന്നോനെ. ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം. ഇക്കണ്ട സൃഷ്ടിക്കെല്ലാം ഈശ്വരൻ ഏകൻ തന്നെ, ഇക്കണ്ട സൃഷ്ടിക്കെല്ലാം ഈശ്വരൻ ഏകൻ തന്നെ. ഈരേഴു ലോകത്തിനും നാഥനായി വാഴുന്നതായുള്ളവനേ. ഉള്ളതായുള്ളവനേ, വസിപ്പവനേ, ഉള്ള പോലുള്ളകത്തിൽ പ്രകാശമായുള്ളവനേ. ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം ശരണം ശരണം ഗുരു ശരണം മമ ശരണം ശരണം തവ ചരണം. ഭഗവാനേ കണ്ടേൻ ഞാനെൻ ഗുരുരൂപം, കണ്ടേൻ ഞാനെൻ ഗുരുരൂപം.
എന്റെ ആത്മസ്വരൂപമായി വാഴും രൂപം അഖിലാണ്ട ജ്യോതി സ്വരൂപമായി എന്റെ അകതാരിലുരുവായി വാഴും രൂപം കണ്ടേൻ ഞാനെൻ ഗുരുരൂപം എന്റെ ആത്മസ്വരൂപമായി വാഴും രൂപം അഖിലാണ്ട ജ്യോതി സ്വരൂപമായി എന്റെ അകതാരിലുരുവായി കാർമുകിൽ വർണ്ണ കമല കണ്ണ എന്നിൽ വാഴണമേ കണ്ണ കാർമുകിൽ വർണ്ണ കമല കണ്ണ എന്നിൽ വാഴണമേ കണ്ണ കാർമുകിൽ വർണ്ണ കമല കണ്ണ എന്നിൽ വാഴണമേ കണ്ണ കാർമുകിൽ വർണ്ണ കമല കണ്ണ എന്നിൽ വാഴണമേ കണ്ണാകാമുകിൽ വന്ന കമല കണ്ണ എന്നിൽ വാഴണമേ കണ്ണാകാമുകിൽ വന്ന കമല കണ്ണ എന്നിൽ വാഴണമേ വാഴുക 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 കണ്ണ തുള്ളി കളിയാടിയിടണമേ വാഴുക 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 കണ്ണ തുള്ളി ആയിരം പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ ആയിരം പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ ആയിരം പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ ആയിരം നാൾ വർണ്ണിപ്പാൻ സാധ്യമാവാത്തത്ര നന്ദിയുണ്ട് ആയിരം ആയിരം പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ സാധ്യമാവാത്തത്ര നന്ദിയുണ്ട് ഉന്നതനാകുന്ന ദൈവം ഈ ലോകത്തിൽ അവതാരമായി വന്ന് ആത്മാക്കളെ ഉന്നതരാക്കി തീർക്കുവാൻ തന്ന ഈ ദിവ്യമായ നിയമം ഈ ലോകത്തിൽ നിങ്ങൾ അതിന്റെ പരിപൂർണതയിൽ എത്തിച്ചില്ലെങ്കിൽ പോലും അല്പമാത്രമായി ഇതിനെ അനുഷ്ഠിച്ചപ്പോൾ തന്നെ നിങ്ങളിലുണ്ടായ സുഖം ആനന്ദം ഇതെല്ലാം അവർണ്ണനീയമാണ്. എന്തുകൊണ്ട്? ദൈവ തിരുശബ്ദവും തീരുമാനവും ആയതുകൊണ്ടാണ്. അപ്രകാരം നമ്മൾ അനുഭവമാക്കിയ ഈ ആനന്ദത്തെ നമ്മൾ ഏത് വാക്കുകൾ കൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ നന്ദി പറയും? ഒരിക്കലും അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അറിവോടുകൂടി ചിന്തിക്കുന്നവർക്ക് ആർക്കും ഇത് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതല്ല. ഇപ്പോൾ മുൻപ് നടന്ന ഓരോ ദിവസത്തെയും ആ തീർത്ഥാടന മഹാമഹത്തിൽ
പുതുവണങ്ങുന്ന ഓരോ ദിവസത്തെയും തീർത്ഥാടന മഹാമഹത്തിൽ ഇപ്പൊ ഇന്ന് 7ാമത്തെ ദിവസവും സമാപനവുമാണല്ലോ. 7ാമത്തെ ദിവസവും സമാപനവും. ഈ ഓരോ ദിവസവും ഞാൻ പറഞ്ഞത് ഈ കാര്യം തന്നെയാണ് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ഓരോ ദിവസവും തിരുമേനി പ്രത്യേകമായി എടുത്ത് കൽപ്പിച്ചത് ഈ കാര്യം. ഒരു ആത്മാവ് ഇവിടെ തീർത്ഥാടകനായി എത്തിച്ചേരണമെങ്കിൽ എന്തെല്ലാം ഈ പ്രകൃതിയിൽ ദൈവം ഒരുക്കി നിങ്ങൾക്ക് ദാനം ചെയ്താലാണ് എത്താൻ കഴിയുന്നതെന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. ഇപ്പോഴും എത്താതിരിക്കുന്ന എത്രയോ പേരുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാതെ പോയവരുണ്ടാവും. വലിയ വലിയ കാര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാതെ പോയവരുണ്ടാവും. എങ്ങനെയായാലും ഇതിൽ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു അനുഭവ ദോഷം തന്നെയാണ്. വന്നത് അനുഭവ ഭാഗ്യവുമാണ്. അപ്പൊ ഈ ഭാഗ്യത്തിലേക്ക്, ഈ അനുഭവ സുഖത്തിലേക്ക് ദൈവം എത്തിക്കുവാൻ എന്തെല്ലാം ഒരുക്കി എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു മനസ്സിലാക്കുകയും നന്ദിപ്പെടുകയും വേണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഈശ്വരൻ നന്മകളെ നമ്മളിലേക്ക് നിറയ്ക്കുന്നത്. അതല്ല ഇതെല്ലാം എന്റെ മഹത്വമാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് ഏറ്റവും വലിയ കുറവായി പോകും. ആത്മാവിന് തന്നെ നാശമായി പോകും. കാരണം എന്താണ്? ഗുരുത്വമില്ലാതെ ഈ ലോകത്ത് ഒന്നും ഉയർച്ചയിലെത്തിയ ചരിത്രമില്ല. മുമ്പ് പലതവണ പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ വെള്ളത്തിലേക്ക് ഊളിയിട്ട് പോയി അടിയിലുള്ള വസ്തുക്കളെ എടുത്തുകൊണ്ടുവരുന്ന ഒരു കഴിവ് സിദ്ധിച്ചു. അപ്പോ ഇങ്ങനെ വെള്ളത്തിലേക്ക് മുകളിൽ നിന്ന് ചാടി വെള്ളത്തിനടിയിൽ പോകും. അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് മുകളിൽ വരും. അപ്പൊ ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ ഇത് കാണാനിടയായി. അപ്പൊ ഇത് പരക്കെ ആ നാട്ടിൽ സംസാരമായി. അപ്പൊ ഇത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണെന്നൊക്കെ പലരും ഇങ്ങനെ അന്വേഷിച്ചു. എങ്ങനെയാണ് സംഭവിച്ചത്? ഒരു പൊന്മാൻ ഒരു മരത്തിൽ നിന്ന് ഇങ്ങനെ പറന്ന് വെള്ളത്തിന് അടിയിലേക്ക് പോയി മീനിനെ കുത്തിക്കൊണ്ട് വരുന്ന ഇദ്ദേഹം കൗതുകത്തോടെ നോക്കിയിരുന്നു. ഇത് പലതവണ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നി. അത് ഏത് വിധത്തിലാണെന്ന് അങ്ങനെ നോക്കി 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 ഒരു തപസ്സോടുകൂടി ഇരുന്ന് അത് പഠിച്ചു. അതാണ് ഈ സിദ്ധി അദ്ദേഹത്തിന് കിട്ടാനിടയായത്. അപ്പൊ ഇത് അങ്ങ് പരക്കെ വാർത്തയായപ്പോൾ ആ നാട്ടുപ്രമാണിയായിരിക്കുന്ന ആളിനും അതൊന്ന് കാണണമെന്ന് ആഗ്രഹമായി. ഒരു ചെറിയ രാജാവ് എന്ന് തന്നെ പറയാം. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി ഒരു വേദി ഒരുക്കി. കൊട്ടാരത്തിന്റെ സമീപം തന്നെ വലിയൊരു ജലാശയത്തിന്റെ 4 വശവും ആളുകൾ വന്ന് തിങ്ങിക്കൂടി നിൽക്കുകയാണ്. രാജാവോടെ ആഗതനായി ഇരുന്നുകൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം മുകളിൽ നിന്ന് തന്നെ ചാടി വെള്ളത്തിലോട്ട് വീഴുക, അതിൽ നിന്ന് എടുത്ത് മേളിലോട്ട് വരിക. അപ്പൊ ഇത് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഒന്നുകൂടി കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടി കാണിച്ചു. അപ്പൊ എന്നിട്ട് അടുത്ത് വിളിച്ചു. എങ്ങനെയാണ് ഇത് പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ അത്രയും ജനങ്ങളുടെ നടുവിൽ ആ സ്വന്തമായി ലഭിച്ച ആ അറിവ് ഏത് വഴിക്കാണെന്ന് പറയാൻ ഒരു ലജ്ജ തോന്നി. അപ്പൊ പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണെന്ന് പറഞ്ഞു. കൊള്ളാമല്ലോ, ഒന്നുകൂടെ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ 2 തവണ കാണിച്ചു. 3ാമത്തെ തവണ നോക്കിയപ്പോ പറ്റുന്നില്ല. അപ്പൊ എല്ലാരും അതുവരെ കൈയടിച്ചുകൊണ്ട് ഒരു കൂവാൻ തുടങ്ങി. കാരണം അത് പറ്റിയില്ലല്ലോ. അപ്പൊ വീണ്ടും അദ്ദേഹം ശ്രമിച്ചു, നടന്നില്ല. ഗുരുത്വം കളയരുതേ ഗുരുവിനെ മറക്കല്ലേ, ഗുരുത്വം കളയരുതേ ഗുരുത്വം കളയരുതേ ഗുരുവിനെ മറക്കല്ലേ. Guru
അവനവല്ല ഗുണവും നഷ്ടപ്പെട്ടു പോകും. ഗുരുത്വം നഷ്ടപ്പെട്ടു പോയാൽ അവനവനിലുള്ള ഗുണവും. അപ്പോ നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഏത് പ്രകാരത്തിലാണ് എന്റെ ഗുരുനാഥൻ എന്നെ ഇവിടെ എത്തിച്ചത്? ഞാൻ 12 വെള്ളിയാഴ്ച എടുത്തത് കൊണ്ട് ഇനി വന്നു എന്നല്ല പൂർണ്ണമായും നിശ്ചയിക്കേണ്ടത്. ഓരോ വെള്ളിയാഴ്ചകൾ തോറും നിങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോ ഈ പ്രകൃതിയിൽ അതിനു വേണ്ടതെല്ലാം ഇങ്ങനെ ഒരുക്കപ്പെടുകയായിരുന്നു. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞു, കുറെ കാര്യങ്ങൾ ഒരുങ്ങി. രണ്ടാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞു, കുറെ കാര്യങ്ങൾ ഒരുങ്ങി. അങ്ങനെ മൂന്നാമത്തത് കഴിഞ്ഞു, വീണ്ടും ഒരുങ്ങി. നാലാമത്തെ കഴിഞ്ഞു, വീണ്ടും ഒരുങ്ങി. അഞ്ചാമത്തെ വന്നു, വീണ്ടും ഒരുങ്ങി. ഇങ്ങനെ ആഴ്ചകൾ കഴിയും തോറും ഒരുക്കങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് 10ാമത്തെ വന്നപ്പോ ചെറിയൊരു പശവ് പറ്റി. അതുവരെ ഒരുങ്ങിയതെല്ലാം കൂടെ ഒരൊറ്റ വെട്ടങ്ങ് വെട്ടും. അല്ല, വഴി അങ്ങ് അടഞ്ഞു. പിന്നെ എത്ര ശ്രമിച്ചാലും വരാൻ പറ്റുകയില്ല. അപ്പൊ പെട്ടെന്ന് കാലിനൊരു ഉളുക്ക്, ചെവിക്കൊരു വേദന, തലയ്ക്കൊരു വിങ്ങല്, ട്രെയിൻ അങ്ങ് ക്യാൻസല്. ഇന്ന് വേണ്ട പലവിധ പോരായ്മകൾ പിന്നെ അങ്ങ് വഴി തടസ്സമായി വരികയാണ്. എന്തുകൊണ്ട്? ആ ആശ്രയം വേണ്ട വിധത്തിൽ വർദ്ധിച്ചു കൊണ്ടുവരാൻ ആത്മാവിന് കഴിഞ്ഞില്ല. എത്തണം ഗുരുവിനെ കാണണം എന്ന ആശ്രയം ഉണ്ടായിരുന്നുവെങ്കിൽ അപാകത അറിയാതെ പോലും വരികയില്ല. ആശ്രയം കുറയുമ്പോഴാണ്, അറിവ് കുറയുമ്പോഴാണ് അപാകതകൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഞാൻ വ്രതത്തിലാണ് എന്ന പരിപൂർണ ശ്രദ്ധയോടുകൂടി ജീവിക്കാനാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന് എങ്ങനെ മാറ്റം വരും? മാറ്റം വരുത്താനുള്ളതല്ല വ്രതം. സത്യവും ധർമ്മവും കൃത്യമായി പൂർത്തീകരിക്കുവാനുള്ള നിർബന്ധമാണ് വ്രതം. അങ്ങനെ സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ മുത്തുരത്നത്തിലും തത്വം നിറഞ്ഞവനെ കാണണമെങ്കിൽ നിറഞ്ഞവൻ ആ സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ മുത്തുരത്നത്തിലും തത്വം നിറഞ്ഞവൻ. സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ മുത്തുരത്നത്തിലും തത്വം നിറഞ്ഞവൻ. അവൻ എപ്പോൾ നീ മറ നീക്കി വരും ഗുരു, എപ്പോൾ നീ മറ നീക്കി വരും ഗുരു. ഗുരു എപ്പോൾ നീ മറ നീക്കി വരും ഗുരു, എപ്പോൾ നീ മറ നീക്കി വരും ഗുരു. ഉന്നതനാകുന്ന ഗുരുവിനെ പ്രാപിക്കാൻ ഒരു ദർശനമെങ്കിലും ലഭിക്കാൻ ഈ സത്യധർമാദികളുടെ പൂർത്തീകരണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇവിടെ എന്റെ സ്വാമിമാരും സന്യാസി അമ്മമാരും ഭക്തന്മാരും ഒക്കെ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ വന്നു ചേർന്ന ഓരോരുത്തരെയും ഭഗവാൻ ദർശിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നില്ലേ? ഇതിനകത്ത് ഞാൻ നോക്കിയില്ല കണ്ടില്ല എന്ന് ഖേദമുള്ള പലരും ഇരിപ്പുണ്ട്. അത് സ്ഥൂലാവസ്ഥയിലെ സത്യവുമാണ്, സൂക്ഷ്മാവസ്ഥയിൽ സത്യമല്ല. സ്ഥൂലാവസ്ഥയിൽ സത്യമാണ്. കാരണം അവർ കടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം അവിടെ മുന്നിൽ തടസ്സം വരും. അപ്പൊ അവർ കാണാൻ പറ്റുന്നില്ല, അവരെ ഞാൻ നോക്കുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഓരോ കണ്ണുകളെയും നോക്കിയാണ് ഞാൻ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ ഈ ക്രമീകരണം നമ്മൾ നടത്തിയത്. ആദ്യം ഒരു ദിവസമായി നടത്തി, അത് കഴിഞ്ഞത് 3 ദിവസമായി. 3 ദിവസമായി അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ബുധനാഴ്ച ദിവസം ചെറുപ്പക്കാർ വരും, വ്യാഴാഴ്ച ദിവസം വയനാടുകാരും ബോംബെക്കാരും ഹരിപ്പാടുകാരും വരും, ഡൽഹിക്കാരും വരും. അപ്പോഴെത്ര ദിവസമായി? ബുധനായി, വ്യാഴമായി, പിന്നെ വെള്ളി ശനി ഞായർ 3 ദിവസം വീണ്ടും നടക്കുകയാണ്. അപ്പോൾ 5 ദിവസം അന്നും നടന്നിരുന്നു. പക്ഷെ ഈ ക്രമീകരണം ഇല്ലാത്തത് കൊണ്ട്
സമയക്രമീകരണം ഇല്ലാത്തത് കൊണ്ട് ദിവസം അത്രയും ഉണ്ടെങ്കിലും ഈ വിധത്തിൽ ഈ അനുകൂലത്തിൽ അല്ലെങ്കിൽ അനായാസേന ദർശനം ചെയ്യുവാനുള്ള ഒരു സൗഭാഗ്യം അന്നുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി തള്ളിക്കേറി ഇങ്ങനെ വരുന്നു. പ്രദക്ഷിണം ചെയ്താൽ അതായി, ഇല്ലെങ്കിൽ അതുമായി, ഇരുമുടി എവിടെങ്കിലും വെക്കുന്നു, ആഹാരം കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ അതായി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇല്ലാഞ്ഞിട്ടല്ല, സമയക്കുറവ് കൊണ്ട് പലപ്പോഴും ഇത് സാധിക്കില്ല. വെച്ചു വെക്കുന്ന ആഹാരം പോലും വിളമ്പി തീർക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അത്ര തിരക്കായിരുന്നു. അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു. അപ്പോ അവിടെ നിന്ന് ഇങ്ങനെ ജാഥയായി കയറി വരുന്നു. അപ്പൊ 3 പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാണാം, അത് കഴിഞ്ഞ് ദക്ഷിണ വെക്കാൻ വരുമ്പോ ഒന്ന് കാണാം, അത് കഴിഞ്ഞ് ആരാധനയ്ക്കൊന്ന് കാണാം, അത് ഇരുമുടിക്കെട്ട് അഴിക്കുന്നിടത്തൊന്ന് കാണാം. ഇങ്ങനെ എന്നും കാണാം, എനിക്കെന്നും കാണാം എന്റെ സൽഗുരു പൊന്മുഖം, എന്നും കാണാം, എന്നും എന്റെ സദ്ഗുരു പൊന്മുഖം, എന്നും കാണാം, എന്നും കേൾക്കാം, എനിക്കെന്നും കേൾക്കാം എന്റെ സദ്ഗുരു തേൻമൊഴി, എന്നും കേൾക്കാം, എന്നും എനിക്കെന്നും കേൾക്കാം എന്റെ സദ്ഗുരു തേൻമൊഴി, എന്നും കേൾക്കാം, എന്നും നിയമത്തിൽ കൂടി ഞാൻ ജീവിതം ചെയ്യുമ്പോൾ എന്നും കാണാം, എനിക്കെന്നും കാണാം, നിയമത്തിൽ കൂടി ഞാൻ ജീവിതം ചെയ്യുമ്പോൾ എന്നും കാണാം, എനിക്കെന്നും കാണാം, നിയമത്തിൽ കൂടി ഞാൻ ജീവിതം ചെയ്യുമ്പോൾ എന്നും കാണാം, എനിക്കെന്നും കാണാം, നിയമത്തിൽ കൂടി ഞാൻ ജീവിതം ചെയ്യുമ്പോൾ എന്നും കേൾക്കാം, എനിക്കെന്നും കേൾക്കാം, നിയമത്തിൽ കൂടി ഞാൻ ജീവിതം ചെയ്യുമ്പോൾ എന്നും കേൾക്കാം, എനിക്കെന്നും കേൾക്കാം, എന്നും കാണാൻ
എന്നും കേൾക്കാൻ സർവശക്തി ലോകത്തിൽ വാഴുമ്പോൾ എല്ലാം ഒരുങ്ങി വന്നിട്ടും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, ഇത്രയുമെല്ലാം ഒരുക്കിയിട്ടും തടസ്സങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവരവരോടൊന്ന് ചോദിക്കണം, എവിടെയാണ് എനിക്ക് കുറവ് സംഭവിച്ചത്? അല്ലാതെ ആ ആള് മുമ്പിൽ നിന്നുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്നത് കൊണ്ടാണെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ച് അഴലേറാതെ എന്തായിരിക്കും എനിക്കത് കിട്ടാതെ പോയത് എന്ന് അവരവരോട് ചോദിക്കണം. മഹാപാപം ഒന്നും ചെയ്തിട്ടല്ല, അവിടെയും നിങ്ങളെ തിരുത്തുവാൻ വേണ്ടി ദൈവം തരുന്ന ഓരോ പരീക്ഷണങ്ങളാണ്. എന്തിനു വേണ്ടി? പരിശോധിച്ചറിഞ്ഞ് വീണ്ടും പരമാത്മരൂപത്തിന്റെ അധിവാസത്തിനായി ആത്മാവിനെ ഒരുക്കിയെടുക്കുകയാണ്. അല്ല, ഇവിടെ വരെ എത്താൻ കഴിഞ്ഞുവെങ്കിൽ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഈ ദർശനം ലഭിച്ചില്ല എങ്കിൽ അതിന് തക്കതായ കുറവുണ്ടെന്നാണ്. ഇനി ഇതെല്ലാം ലഭിച്ചിട്ടും ആനന്ദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതെല്ലാം ആര് പരിശോധിക്കണം? തന്നെത്താൻ തന്നോട് തന്നെ ആലോചിക്കണം. അങ്ങനെ ആരാഞ്ഞറിഞ്ഞ് ആരാധിച്ച് ആശ്വാസരൂപനെ ആത്മാവിൽ വരുത്തി വെച്ച് ആനന്ദിക്കുവാനുള്ള പ്രാപ്തി ആത്മലോകത്തിനുണ്ടാകണം. അങ്ങനെ പ്രാപ്തരാക്കുവാനാണ് പ്രാപ്തനാകുന്ന ദൈവം സർവപ്രാപ്തിയുള്ള നിയമങ്ങളെ ലോകത്തിലേക്ക് അനുവദിച്ച് അനുഗ്രഹിച്ച് ദാനം ചെയ്തിരിക്കുന്നത്. ഇത് സ്വീകരിക്കുമ്പോൾ, ഇത് അനുവർത്തിക്കുമ്പോൾ അകമഴിഞ്ഞ കാരുണ്യം പരമാത്മാവിൽ നിന്ന് ജീവാത്മാവിലേക്ക് ഒഴുകുകയാണ്. ആ കാരുണ്യമാണ് നിങ്ങളെ ഒത്തുചേർത്തിരിക്കുന്നത്. ആ കാരുണ്യമാണ് നിങ്ങളെ ദർശിക്കുന്നത്. ആ കാരുണ്യമാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ആ കാരുണ്യമാണ് നിങ്ങളെ ആനന്ദിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരാധിച്ചാനന്ദിക്കാം, തമോർക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. ആരാധന ഇവിടെയുണ്ട് ഈ ലോകത്തിൽ. ഉന്നതനും ഉടമസ്ഥനുമാകുന്ന ദൈവം ലോകത്തിൽ വന്ന് പ്രത്യക്ഷമായി വാഴുമ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് താൻ സ്വീകരിക്കുന്ന സന്താനങ്ങൾക്ക് പോലും ആ പ്രകൃതിവശാൽ പലവിധ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. ആ ഉള്ളിലിരിക്കുന്ന മടിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും ഉണ്ടാവും. മടി ഒട്ടുമില്ലെങ്കിൽ അത് വരികയുമില്ല. ആ അല്പമാത്രമായൊക്കെ കുറവുകൾ ഉള്ളവരെയാണ് കൂടുതൽ ഈ മടി പിടിപ്പിക്കുന്നത്. ആ കാരണം ഇത് അറിഞ്ഞിട്ടും നീ വേണ്ട വിധത്തിൽ ചിന്തിക്കുന്നില്ല എങ്കിൽ അവിടെ ഇരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. പഴമക്കാരൊരു പഴമൊഴി പറയാറുണ്ട്, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക. അത് പല കാര്യത്തിലും അങ്ങനെയാണ് കാണപ്പെടുന്നത്. അങ്ങനെ പോരാല്ലോ, നമുക്ക് അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. ആദ്യമേ പറഞ്ഞു തന്നു മടി തന്റെ ശത്രുവാണ്. ഈ താനെന്ന് പറയുന്നതും തന്റെ എന്ന് പറയുന്നതും ആരാണ്? ആ പരമാത്മാവിനെയാണോ? അല്ല, പരമാത്മാവിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന ജീവാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പരമാത്മാവിനെയും താനെന്ന് പലയിടത്തും സംബോധന ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഇവിടെ പറയുന്ന താൻ അല്ലെങ്കിൽ തന്റെ എന്ന് പറയുന്ന പദം, ആ മടി തന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ആരുടെ ശത്രുവാണ്? ആത്മാവിന്റെ ശത്രുവാണ്. അതുകൊണ്ട് മടി പിടിക്കാതെ, മത്സരബുദ്ധികളൊന്നും ഉണ്ടാവാതെ, എന്നാൽ ജ്ഞാനവൈരാഗ്യത്തോടുകൂടി ആശ്രയിച്ചിടുക ആരാധ്യരൂപനെ ആത്മാവിലെന്നാളും കണ്ടിടുവാൻ. ആശ്രയിച്ചിടുക ആശ്രയിച്ചിടുക ആരാധ്യരൂപനെ ആത്മാവിലെന്നാളും കണ്ടിടുവാൻ. ആശ്രയിച്ചിടുക ആരാധ്യരൂപനെ ആത്മാവിലെന്നാളും കണ്ടിടുവാൻ. ആശ്രയിച്ചിടുക ആത്മാവിൽ കാണുവാനുള്ളൊരു മാർഗത്തെ ആത്മാനാഥൻ തന്നെ നൽകിയിടുന്നു. 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 ആരാഞ്ഞറിഞ്ഞെന്നും ജീവിതം ചെയ്തെന്നാൽ ആനന്ദത്തിൽ ചെന്നു ചേർന്നിടാവേ. ആരാഞ്ഞറിഞ്ഞെന്നും ജീവിതം ചെയ്തെന്നാൽ ആനന്ദത്തിൽ ചെന്നു ചേർന്നിടാവേ. ആരാഞ്ഞറിഞ്ഞെന്നും ജീവിതം ചെയ്തെന്നാൽ ആനന്ദത്തിൽ ചെന്നു ചേർന്നിടാവേ. ഈ ലോകത്തിലെന്നും ജീവിക്കും കാലത്ത് ആനന്ദത്തിൽ ചെന്നു ചേർന്നിടാമേ. ഈ ലോകത്തിൽ തന്നെ ജീവിക്കും കാലത്ത് ആനന്ദത്തിൽ ചെന്നു ചേർന്നിടാമേ. ഈ ലോകത്തിൽ തന്നെ ജീവിക്കും കാലത്ത് ആനന്ദത്തിൽ ചെന്നു ചേർന്നിടാമേ. ലോകത്തിൽ വെച്ചു നിന്റെ ആത്മാവിൽ ആനന്ദം കണ്ടില്ല എങ്കിൽ നീ പൂർണ്ണനല്ല. ലോകത്തിൽ വെച്ചു നിന്റെ ആത്മാവിൽ ആനന്ദം കണ്ടില്ല എങ്കിൽ നീ പൂർണ്ണനല്ല. ലോകത്തിൽ വെച്ചു നീ ആത്മാവിൽ ആനന്ദം കണ്ടില്ല എങ്കിൽ നീ പൂർണ്ണനല്ല. ലോകത്തിൽ വെച്ചു നിന്റെ ആത്മാവിൽ ആനന്ദം കണ്ടില്ല എങ്കിൽ നീ പൂർണ്ണനല്ല. ലോകത്തിൽ വെച്ചു നിന്റെ ആത്മാവിൽ ആനന്ദം കണ്ടില്ല എങ്കിൽ നീ പൂർണ്ണനല്ല. പൂർണ്ണമായ ആത്മാവ് പൂർണ്ണമാം ജ്ഞാനസ്വരൂപനിൽ ചേരുമ്പോൾ ആനന്ദമേ. പൂർണ്ണമായ ആത്മാവ് പൂർണ്ണമാം ജ്ഞാനസ്വരൂപനിൽ ചേരുമ്പോൾ ആനന്ദമേ. ആനന്ദത്തിൽ നിന്നു ആനന്ദത്തിലേക്കു ചേർക്കുവാനല്ലയോ സഖിയായി. 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 ഉദയമായ ജ്ഞാനം സംഭരിച്ച ആത്മാവിൽ ആനന്ദം നൽകിയിടുന്നു. ഉദയമായ ജ്ഞാനം സംഭരിച്ച ആത്മാവിൽ ആനന്ദം നൽകിയിടുന്നു. ആനന്ദിക്കേണ്ടുന്ന ആത്മാവേ ലോകത്തിൽ ക്ലേശിച്ചലയേണ്ട കാര്യമില്ല. ആനന്ദിച്ചിടേണ്ട ആത്മാവേ ലോകത്തിൽ ക്ലേശിച്ചലയേണ്ട കാര്യമില്ല.
ചെന്നു ചേർന്നു കൊള്ളുക. ജ്ഞാനസ്വരൂപനെ വന്ദിച്ചും പൂജിച്ചും ആനന്ദത്തിൽ ചെന്നു ചേർന്നു കൊള്ളുക. ആനന്ദത്തിൽ ചെന്നു ചേരേണ്ട ആത്മാവെ ലോകത്തിൽ ക്ലേശിച്ചടങ്ങിടണ്ട. ആനന്ദത്തിൽ ചെന്നു ആനന്ദത്തിൽ ചെന്നു ചേരേണ്ട ആത്മാവെ ലോകത്തിൽ ക്ലേശിച്ചടങ്ങിടണ്ട. ജ്ഞാനസ്വരൂപനെ വന്ദിച്ചും പൂജിച്ചും ആനന്ദത്തിൽ ചെന്നു ചേർന്നു കൊള്ളുക. ജ്ഞാനസ്വരൂപനെ വന്ദിച്ചും പൂജിച്ചും ആനന്ദത്തിൽ ചെന്നു ചേർന്നു കൊള്ളുക. ജ്ഞാനസ്വരൂപനെ വന്ദിച്ചും പൂജിച്ചും ആനന്ദത്തിൽ ചെന്നു ചേർന്നു കൊള്ളുക. മഹനീയ ഗുണവിശേഷം മർത്യന്റെ ആത്മാവിൽ ഭവിപ്പിച്ചു. ആര്? മഹനീയ ഗുണവിശേഷം മർത്യന്റെ ആത്മാവിൽ ഭവിപ്പിച്ചു. ആരാണ് ഭവിപ്പിച്ചത്? പരമഗുരുവാണ് ഭവിപ്പിച്ചത്. ഗുരുത്വമുള്ളവരിലെ ഗുണം ഭവിക്കുകയുള്ളൂ. ഗുണമുള്ളവർക്കേ ഗുണകർമ്മം ചെയ്യാൻ കഴിയുള്ളൂ. ഗുണകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ആത്മാവിൽ ആനന്ദം ഉണ്ടാകുന്നത്. ആ ആനന്ദം ആത്മാവിൽ അനുഭവമാകുമ്പോൾ ആനന്ദിക്കുന്ന ആത്മാവിനെയാണ് പരമാത്മാവ് സ്വീകരിക്കുന്നത്. പരമാത്മ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ. നിത്യാനന്ദ സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ. നിത്യാനന്ദ സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ. നിത്യാനന്ദ സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ. സ്വർഗപിതാവാം സർവേശ്വരൻ മർത്യനായിട്ടുദയമായി. സ്വർഗപിതാവാം സർവേശ്വരൻ മർത്യനായിട്ടുദയമായി. മാലിന്യങ്ങൾ മാറ്റുന്നു മനതാരിൽ നിത്യം വാഴുന്നു. മാറിപ്പോകാതുള്ള നിത്യ സ്വർഗസുഖത്തെ പരമാത്മ ഹൃദയം എന്താണ്? അത് നിത്യാനന്ദ സ്വർഗരാജ്യമാണ്. അപ്പോ ആനന്ദത്തിലെത്തിയ ആത്മാവിനെ ആ പരമാത്മ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അതാണ് ആ വരിയിൽ പറഞ്ഞ ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് ചേർക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആനന്ദം അനുഭവിക്കുന്ന ഒരു ആത്മാവ് പിന്നീട് ഒരിക്കലും ഈ ലോകത്തിൽ വന്ന് ജന്മമെടുക്കുകയോ ഈ നരകത്തിൽ കിടന്ന് കൊഴയുകയോ ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറഞ്ഞത്, മോക്ഷം തരാം മോക്ഷം തരാം നല്ല കർമ്മങ്ങൾ നീ ചെയ്തുകൊണ്ടാൽ. എല്ലാവർക്കും മോക്ഷം വേണം. പക്ഷെ ഈ നല്ല കർമ്മം ഞങ്ങള് ഇന്നലെ ഞാൻ ഇച്ചിരിച്ച ചെയ്തായിരുന്നു, ഇച്ചിരി തെറ്റിപ്പോയെന്നല്ലേ ഉള്ളൂ അല്ലേ? അങ്ങനെ പറ്റുമോ? നിരന്തരമായ സൽക്കർമ്മം കൊണ്ട് മാത്രമേ സൽക്കർമ്മ മൂർത്തിയാകുന്ന ഗുരുവിനെ പ്രാപിക്കാൻ കഴിയുള്ളൂ. നിരന്തരമായ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ സൽക്കർമ്മമൂർത്തിയാകുന്ന ഗുരുവിനെ പ്രാപിക്കാൻ കഴിയും. ഉന്നതമായ ആ ഗുരുവിന്റെ രൂപത്തെ ആത്മാവിന്റെ രൂപമായി കാണുവാൻ ആത്മനാഥൻ അനുവദിച്ചു തന്ന ഈ സൽക്കർമ്മ മാർഗം ആട്ടെ. ഈ 12 വെള്ളിയാഴ്ച വ്രതം എടുത്തപ്പോ എന്തെങ്കിലും രോഗം വന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? 12 വെള്ളിയാഴ്ച വ്രതം എടുത്തത് കൊണ്ട് രോഗം വന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? രോഗം മൂർച്ഛിച്ച രോഗം കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആളുകളുണ്ട് അല്ലേ? അപ്പൊ ഇതാണ് ഇതിൽ നിന്നുള്ള അനുഭവം.
എന്താണ് കിട്ടുന്നത്? പാപശാന്തിയും രോഗശാന്തിയും ഭൂതശാന്തിയും കിട്ടുകയാണ്. പാപശാന്തിയും രോഗശാന്തിയും ഭൂതശാന്തിയും കിട്ടുകയാണ്. എന്തുകൊണ്ട്? ശാന്തിക്ക് ശാന്തിയായ ശുഭാനന്ദ ദിവ്യരൂപം അവതരിപ്പിച്ച നിയമമാണ് നിങ്ങൾ പാലിക്കുന്നത്. ശാന്തിക്ക് ശാന്തിയായ ശുഭാനന്ദ ദിവ്യരൂപം അവതരിപ്പിച്ച നിയമമാണ് നമ്മൾ പാലിക്കുന്നത്. അതുകൊണ്ട് ഇനിയുമുള്ള നിയമങ്ങൾ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഈ വർഷത്തെ അവസാന മാസത്തെ 29ാമത്തെ ദിവസമാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയൊരു വർഷം പിറക്കുകയാണ്. ലോകത്തിലെ പല കർമ്മങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ 12 മാസം ചേർത്തൊരു വർഷം, 30-31 ദിവസം ചേർത്തൊരു മാസം, 7 ദിവസമുള്ള ഒരാഴ്ച, ഇതൊക്കെ ചില ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിച്ച് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ചില നിയമങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊറ്റ കണക്കേ ഉള്ളൂ. മരണക്കിടക്ക വരയുമെന്റെ ഗുരുവരനുടെ, മരണക്കിടക്ക വരയുമെന്റെ തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിതം ചെയ്യാം. സത്യം കേട്ട സമയത്ത് 2024 വരെ ഞാൻ സത്യം പാലിച്ച് ജീവിച്ചുകൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത എത്ര പേരുണ്ട്? അങ്ങനെ ആരുമില്ല. ആരുമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? 25 പോട്ടെ, 30 പോട്ടെ, 50 ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ പറഞ്ഞേ? മരണക്കിടക്ക വരയുമെന്റെ ഗുരുവരനുടെ, മരണക്കിടക്ക തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിതം ചെയ്യാം. ഈ ഞാൻ ആരാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. ഈ ലോകം മുഴുവനുള്ള മഹർഷീശ്വരന്മാർ തേടി നടന്നത് എന്താണ്? ഈ പുണ്യ ഗുരുക്കന്മാരെ അംഗീകരിച്ച് പൂജിക്കുന്നവരൊക്കെ അന്വേഷിച്ച് നടന്നത് എന്താണ്? ഞാൻ ആരാണ് എന്നായിരുന്നു. അതിന്റെ എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടിയവരാണ് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ഗുരുക്കന്മാരായി തീരുകയും ചെയ്തത്. ഈ ലോകത്തിൽ ഈ നരകത്തിൽ ബന്ധിച്ച് നരക ദുരിതം അനുഭവിച്ച് രോഗദുഃഖങ്ങൾ അനുഭവിച്ച് ഈ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ, രോഗദുഃഖങ്ങൾ അനുഭവിച്ച് അത്തലാപത്തുകളിൽ പെട്ട് യാതൊരു രക്ഷയും എങ്ങുമില്ലാതെ അലഞ്ഞ് ഈ സന്നിധാനത്തിലേക്ക് സങ്കടഭാരത്തോടുകൂടി കടന്നു വന്നപ്പോൾ നിങ്ങളെ അറിയിച്ച ആദ്യത്തെ വാക്കെന്താണ്? നിങ്ങളെ അറിയിച്ച ആദ്യത്തെ സത്യം എന്താണ്? ഞാൻ ആരാണെന്ന് തന്നെയാണ്. ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നതും മഹർഷീശ്വരന്മാർ അന്വേഷിച്ച് നടന്നതും എന്തിന് ത്രിമൂർത്തികൾ പോലും തപം ചെയ്തതും ഈ സത്യം തിരിച്ചറിയുവാനായിരുന്നു. എന്നാൽ നിങ്ങൾക്കിത് ലോകം കൂടാതെ ഒരിക്കലും ഒരുവനും ഉപേക്ഷ കൂടാതെ തന്നെ ഒരിക്കലും ഉപദേശം തരുവാനായി ലോകെ വസിക്കുന്നു. ഒരിക്കലും ഒരുവനും ഉപേക്ഷ കൂടാതെ തന്നെ ഒരിക്കലും ഉപദേശം തരുവാനായി ലോകെ വസിക്കുന്നു. കാണുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ? അനുഭവിക്കുന്നുണ്ടോ? എന്നാൽ ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. I
സത്യമറിയിച്ച് സൽക്കർമ്മ വഴി തെളിയിച്ച് സൽഗുരുനാഥൻ മാറി മാറി ദേഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ കൂടെ വാഴുമ്പോൾ ഇനി നിങ്ങൾ മടി പിടിച്ചാൽ, ഇനി നിങ്ങൾ കർമ്മവിമുഖരായി മാറിപ്പോയാൽ ഒരിക്കലും നിങ്ങളെ വീണ്ടെടുക്കാൻ മറ്റൊരാൾ വരുവാനില്ല. അതുകൊണ്ട് കൃത്യമായും സത്യമായും ഈ നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഓരോരുത്തരും തീരുമാനമെടുക്കുക. അതിൽ കൂടി നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാകുന്നതല്ല, സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. എന്തുകൊണ്ട്? സൃഷ്ടിച്ച സൃഷ്ടാവാണ് നിയമത്തെ തന്നിരിക്കുന്നത്. ആ സൃഷ്ടാവിൻ്റെതാണ് ഈ കാണപ്പെടുന്നതെല്ലാം. കാണപ്പെടാത്തതായി നിൽക്കുന്നതും സൃഷ്ടാവിന്റെ വകയാണ്. സൃഷ്ടാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു ആത്മാവിന് സമ്പൂർണമായി ഇത് അനുഭവിക്കുവാൻ അവകാശവും അധികാരവും ഉണ്ട്. അങ്ങനെ സർവാധികാരവും തന്ന് ജന്മം തന്നതാണ് മർത്യജന്മങ്ങളെ. പക്ഷേ കുറവുകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പോരായ്മകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ദുഃഖങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? തിരുവിഷ്ടങ്ങൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ്. തിരുവിഷ്ടം അറിഞ്ഞു ജീവിച്ചിടാതെ അഴലറി ജീവിക്കുന്ന ആത്മാവേ കഷ്ടം. തിരുവിഷ്ടം അറിഞ്ഞു ജീവിച്ചിടാതെ അഴലറി ജീവിക്കുന്ന ആത്മാവേ കഷ്ടം. കഷ്ടങ്ങൾ ദോഷങ്ങൾ ഒഴിച്ചു രക്ഷിപ്പാൻ ഇഷ്ടമൊഴികളോകനാഥൻ വസിപ്പൂ. കഷ്ടങ്ങൾ ദോഷങ്ങൾ ഒഴിച്ചു രക്ഷിപ്പാൻ ഇഷ്ടമൊഴികളോകനാഥൻ വസിപ്പൂ. നമ്മൾ ലോകത്ത് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അങ്ങനെ ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? വേണ്ട വിധത്തിൽ ഇത് അറിയാത്തത് കൊണ്ടാണ്. ഗുരുനാമമല്ലാതെ ഒരു നാമം ശാന്തിക്കുളവാകാനില്ലെന്നറിയണം. ശാന്തിക്ക് ശാന്തി, ശുഭാനന്ദ ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി. പാദത്തിൽ വന്നു, സത്യം കേട്ടു, സൽക്കർമ്മ വഴികളെ ഏറ്റെടുത്തു. ആ പാതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വീണ്ടും പരീക്ഷണങ്ങൾ വരുമ്പോൾ, നിരീക്ഷണങ്ങൾ ഏർപ്പെടുമ്പോൾ, ആ വിധത്തിലുള്ള ദുഃഖങ്ങളോ പ്രയാസങ്ങളോ മനസ്സിലേക്ക് വരുമ്പോ അറിവിൽ കൂടി ജീവിക്കുന്ന ഒരാളിന് ദുഃഖമായി തോന്നുകയില്ല. ദുഃഖം തോന്നുകയാണെങ്കിൽ ആ മറ്റുള്ളവർ നമ്മളിലേക്ക് കടക്കും. ഇതിലൊന്നും ബന്ധമില്ലാത്ത ആളുകൾ ആ ഉടനെ വരും. അവര് വന്നിട്ട് പറയും, നിങ്ങൾ എത്ര നാൾ കൊണ്ട് ഈ ആശ്രമത്തിൽ പോകും? വല്ല കാര്യമുണ്ടോ? എന്തെല്ലാം ദുഃഖമാണ് അനുഭവിക്കുന്നത്. ഒരു കാര്യം, നമുക്ക് അപ്പുറത്തെ ഒരു പണിക്കരുണ്ട്, അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ടൊന്ന് കബഡി കളിക്കാം. അപ്പോ അപ്പോഴത്തേക്ക് ഈ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ആ ഉടനെ അതിന്റെ കൂടെ കൂടും. ആദ്യം ഞങ്ങൾ ആശ്രമത്തിൽ പോകുന്നവർ അങ്ങനെ ഒന്നും പോകത്തില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും. പക്ഷേ അയാൾ ബലം പിടിക്കുമ്പോ അതൊക്കെ ഇപ്പൊ വേണ്ട, പിന്നെ ആട്ടെ എന്ന് പറയും. ഇച്ചിരി കഴിഞ്ഞിട്ട് അയാൾ കാണാതെ അപ്പുറത്തോട്ട് അങ്ങ് ആ വഴിക്ക് പോകും. അയാൾ അറിഞ്ഞാൽ ആശ്രമത്തിൽ പോകുന്ന ആൾ ചെയ്തു എന്ന് അറിയുമല്ലോ എന്നുള്ള ഒരു ലജ്ജ. ഉള്ളിലിരിക്കുന്ന മനസാക്ഷി അറിയുന്നതിന് ഒരു കുറ്റവും ഇല്ല. ആളറിഞ്ഞതിന് വലിയ ദോഷം വരുത്തില്ല. ഉള്ളിലിരിക്കുന്ന മനസാക്ഷി അറിയുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. മനസാക്ഷിയെ വഞ്ചിക്കാതെ ജീവിക്കുക മനുഷ്യ. ഞാനിങ്ങനെ ചില ആളുകളെയൊക്കെ ഇവിടെ പരീക്ഷിക്കാറുണ്ട്. ആ ചില ആളുകളൊക്കെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഒരു ജ്യോത്സ്യരെ പോയിന്ന് കണ്ടാട്ടെ. അപ്പോ ചില ആളുകൾക്ക് ഒന്ന് അമ്പൂറ്റി ജ്യോത്സ്യരെടുത്ത് പോകാൻ പറയുന്നു. അപ്പൊ ഇവിടുന്ന് അങ്ങനെ പറയാറില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ? അപ്പോൾ അവർ അങ്ങനെ വേണ്ടായി അമ്പൂറ്റി
ഉറപ്പിച്ച് പോയിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് തീരുമാനമുണ്ടാകും. അല്ല അവിടെ നിന്ന് വട്ടം കറങ്ങുകയാണെങ്കിൽ ആ വഴിക്കൂടെ ഒക്കെ ഒന്നുകൂടെ കറങ്ങി വെച്ചേ പിന്നെ വരികയുള്ളൂ. പക്ഷേ എവിടെ കറങ്ങിയെന്ന് പറഞ്ഞാലും സത്യമാകുന്ന ചൂണ്ട എന്നുടെ തൃക്കരത്തിലിരിക്കുമ്പോൾ സ്ത്രീലോകമെല്ലാം ഓടിയാലും പോകയില്ലു സത്യമേ. ചൂണ്ടയിൽ ഒരു ഇരകൊരുത്ത് കായലിലോട്ട് ഇട്ടു. നല്ലൊരു മീനം കൊത്തി ഇങ്ങോട്ട് പിടിച്ചു നോക്കിയപ്പോ അത് വരുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ അങ്ങോട്ട് അയച്ചു വിട്ടു. കുറച്ചു ദൂരം ഇതും കൊണ്ടൊക്കെ നടക്കും. പിടിയാരുടെ ഇരിക്കുക, ഈ ചൂണ്ടക്കാരന്റെ കയ്യിൽ ഇരിക്കുകയാണ്. കുറച്ചു ദൂരമൊക്കെ പോയി ഇയാൾ തളർന്നു കഴിയുമ്പോ ഇങ്ങോട്ട് പിടിക്കും. ആ കറക്കി ഇങ്ങോട്ട് പിടിക്കും. പതുക്കെ 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 വരും. മായയാകും മഹാസമുദ്രത്തിൽ ഓടിടുന്ന മനുഷ്യ നീ, ആനന്ദമാം കരയ്ക്കടുത്തു നീ ആനന്ദിക്കാതെ പോകുമോ? അങ്ങനൊന്നും ആരും പോകാൻ നോക്കല്ലേ. ചെകളയൊക്കെ കീറി മുറിഞ്ഞാൽ കാണാൻ വലിയ വൃത്തികേടായി പോകും. മനസ്സിലായോ? ചൂണ്ട കൊരുത്തിട്ടേ അവിടെ ഇവിടെയൊക്കെ കീറും, വലിയ വൃത്തികേടായി പോകും. പിന്നെ കാണാൻ പിന്നെ വലിയ പാടാ മുകളിലോട്ടൊന്ന് ഉയർത്തിയെടുക്കാൻ. അതുകൊണ്ട് പാപകർമ്മം ചെയ്യരുതേ, നരകത്തിൽ നീ പോകരുതേ. പാപകർമ്മം ചെയ്യരുതേ, നരകത്തിൽ നീ പോകരുതേ. പാപം നീക്കാൻ ഗുരുകൊണ്ട് ഗുരുവാദത്തിൽ ജീവിക്കാം. പാപകർമ്മം ചെയ്യരുതേ, നരകത്തിൽ നീ പോകരുതേ. പാപം തീർക്കാൻ ഗുരുണ്ട് ഗുരുവാദത്തിൽ ജീവിക്കാം. ആ തിരുവിഷ്ടങ്ങൾ ചെയ്യുക, ആപത്തെല്ലാം മാറ്റുക. തിരുവിഷ്ടങ്ങൾ ചെയ്യുക, ആപത്തെല്ലാം മാറ്റുക. അന്ധകാരമാകെ മാറ്റി ആനന്ദത്തിൽ വാഴുക. തിരുവിഷ്ടങ്ങൾ ചെയ്യുക, ആപത്തെല്ലാം മാറ്റുക. അന്ധകാരം മാറ്റുക, ആനന്ദത്തിൽ വാഴുക. അന്ധകാരം മാറ്റുക, ആനന്ദത്തിൽ വാഴുക. ആനന്ദത്തെ ദാനം ചെയ്യുവാൻ അവതാരമായി വന്നല്ലോ. ആനന്ദത്തെ ദാനം ചെയ്യുവാൻ അവതാരമായി വന്നല്ലോ. ആദിനാരായണൻ ഈ ലോകത്തിൽ വസിക്കുന്നു. ആനന്ദത്തെ ദാനം ചെയ്യുവാൻ അവതാരമായി വന്നല്ലോ. ആദിനാരായണൻ ഈ ലോകത്തിൽ വസിക്കുന്നു. കണ്ണുകൊണ്ടു കാണുക, കാതുകൊണ്ടു കേൾക്കുക. കണ്ണുകൊണ്ടു കാണുക, കാതുകൊണ്ടു കേൾക്കുക. ഹൃദയത്തിലായി സ്വീകരിച്ചു ആനന്ദമായി വാഴുക. കണ്ണുകൊണ്ടു കാണുക, കാതുകൊണ്ടു കേൾക്കുക. ഹൃദയത്തിലായി സ്വീകരിച്ചു ആനന്ദമായി വാഴുക. ഹൃദയത്തിലായി സ്വീകരിച്ചു ആനന്ദമായി വാഴുക. വാഴുക നീ വാഴുക, ഗുരുവോടൊത്തു വാഴുക. വാഴുക നീ വാഴുക, ഗുരുവോടൊത്തു വാഴുക. പാപബന്ധമില്ലാത്ത ഗുരുവോടൊത്തു വാഴുക.
സൽഗുരുവുമായി ചേർന്ന് ആനന്ദിക്കാൻ കഴിയില്ല. പാപകർമ്മങ്ങളിൽ പോയാൽ സദ്ഗുരുവുമായി ചേർന്ന് ആനന്ദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ് തീരുമാനിക്കേണ്ടത്? എന്താണ് തീരുമാനിക്കേണ്ടത്? നിയമം പാലിച്ച് ജീവിക്കാൻ തീരുമാനിക്കണം. നിയമം പാലിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കണം. നിങ്ങളെല്ലാം നിയമം പാലിക്കുന്നവരാണ്. നമ്മളെല്ലാം നിയമം പാലിക്കുന്നവരാണ്. വീണ്ടും ഇത് ഓർപ്പിക്കുന്ന എന്തിനാണ്? എവിടെയും വെച്ച് നിങ്ങൾ മറന്നു പോകരുത്. എവിടെയും വെച്ച് നമ്മൾ മറന്നുപോയാൽ പാപം നമ്മളിലേക്ക് ബന്ധിക്കും. കാരണം ഇത് അജ്ഞാന ലോകമാണ്. ഇത് നരകമാണ്. നരശരീരത്തിലാണ് ജീവിക്കുന്നത്. ഈ മായയും നരകവുമായി വലിയ ബന്ധമാണ്. ഏത് സമയം അതിനോടുള്ള ബന്ധം മനസ്സിലുണ്ടാവും. അത് വരാതിരിക്കുവാൻ എപ്പോഴും സൂക്ഷിച്ച് ജീവിതം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നതമായ ഈ ആനന്ദത്തിലേക്ക് എത്തുവാൻ കഴിയൂ. ഈ 3 മാസക്കാലം 12 വെള്ളിയാഴ്ചകളിലായി അനുഷ്ഠിച്ച ആ മഹാവ്രതത്തിന്റെ സമാപനത്തിനായി നിങ്ങൾ വന്നു ചേർന്നപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധിക്ക് അനുസരിച്ച് ആനന്ദം നിങ്ങൾ നിറച്ചിരിക്കുകയാണ്. ഇത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ്? ഇപ്പൊ ഒരാൾ ഒരു വിളക്ക് കത്തിച്ച് കയ്യിൽ തന്നു. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കാണെന്നിരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോ അതിൽ നിന്ന് പ്രകാശം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന് പ്രകാശമുണ്ട് എന്ന് കരുതി അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നാൽ എണ്ണ തീരും, തിരി കരിയും, വിളക്കണയും, പ്രകാശം ഇല്ലാതാവും. അപ്പൊ എന്ത് വേണം? ഇടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം, തിരി അല്പം നീട്ടിക്കൊടുക്കണം, അത് അണയാതെ സൂക്ഷിക്കണം. കെട്ടുപോകാതെ ദീപം കരുതുമ്പോൾ സൂക്ഷിച്ച് ജീവിക്കുവാൻ ഓരോരുത്തരും തീരുമാനിക്കുക. അപ്പോൾ ജ്ഞാനവും കർമ്മവും എല്ലാം പൂർത്തീകരിക്കും. അപ്പോൾ ഉന്നതമായ പ്രകാശം നമ്മൾ എപ്പോഴും കാണാൻ കഴിയും. ഓരോ ആത്മാവും ആത്മദീപങ്ങളായി പ്രശോഭിക്കും. ആത്മസ്വരൂപമായ ആത്മാവിൽ കാണാറാകും. അപ്പോൾ ആത്മബോധം ഉദിക്കും. അപ്പോൾ ശുഭാനന്ദ രൂപം കാണായി വരും. അങ്ങനെ കാണുവാൻ കൊതിയോടെ ആർത്തിയോടെ ഈ നിയമങ്ങൾ ഓരോന്നും നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളിത് മറന്നു പോകാതെ ഉന്നതമായി തന്നെ ഇതിനെ പുലർത്തുക. നിങ്ങളുടെ സത്യജീവിതത്തെ കൊണ്ട് അനേകായിരങ്ങളിലേക്ക് ഈ പ്രകാശത്തെ കൊടുക്കുവാൻ കഴിയും. ശാഖാതലങ്ങളിലായാലും ഒറ്റപ്പെട്ട ഭവനങ്ങളിൽ കഴിയുന്നവരായാലും ഏത് പ്രകാരത്തിൽ എവിടെ ജീവിക്കുന്നവരായാലും നിങ്ങളിൽ കൂടി പ്രകാശിതമാകുന്ന ഈ ആത്മബോധം കൊണ്ട് അനേകങ്ങളിലേക്ക് ഇതിനെ പ്രകാശിപ്പിക്കുവാൻ കഴിയും. ആ ജീവിത പരിശുദ്ധിയാണ് ആത്മബോധോദയ സംഘത്തിന്റെ പരസ്യം. നിങ്ങൾക്ക് ഈ അറിഞ്ഞ അറിവും ഈ ആനന്ദവും മറ്റൊരാളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലിൽ ഒരു പരസ്യം കൊടുത്താൽ ഒരിക്കലും പകരമാവുകയില്ല. അനേക ദിവസം കൊടുത്തിട്ടും കാര്യമില്ല. അതൊക്കെ അപ്പോൾ കാണിച്ചു അതങ്ങ് പോകും. അങ്ങനെയല്ല ഇതിന്റെ വളർച്ച. ആത്മാവിൽ നിന്ന് ആത്മാവിലേക്കാണ് ഇത് വളർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് ഈ ആദർശത്തെ എങ്ങനെയാണ് തന്നത്? എന്റെ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിലേക്ക് പകർത്തിയതാണ്. അതുപോലെ നിങ്ങളും പകർത്തേണ്ടതാണ്. ഒരിക്കൽ നിങ്ങളുടെ കാര്യം എന്റെ കാര്യമായി കണ്ട് ഞാൻ പ്രവർത്തിച്ചു. ഇനി നിങ്ങൾ എന്റെ കാര്യം വേണം പ്രവർത്തിക്കുവാൻ. അങ്ങനെ പറയാൻ പഠിക്കണം ആരും. തന്നെ പറയാൻ പഠിക്കണം ആരും. തന്നെ പറയാൻ പഠിക്കണം ആരും. അങ്ങനെ പറയാൻ പഠിച്ചോരെല്ലാം പറയന്റെ മക്കളല്ലോ. പറയാൻ പഠിച്ചോരെല്ലാം പറയന്റെ മക്കളല്ലോ. പറയാൻ പഠിച്ചോരെല്ലാം പറയന്റെ മക്കളല്ലോ. പറയാൻ പഠിച്ചോരെല്ലാം
പഠിച്ചോരെല്ലാം പറ എന്റെ മക്കളല്ലോ. പറയാൻ പഠിച്ചോരല്ലോ. അനുഭവജ്ഞാനം തന്നെ പറഞ്ഞിടണോ. പറയാൻ പഠിച്ചോരെല്ലാം പറ എന്റെ മക്കളല്ലോ. അനുഭവജ്ഞാനം തന്നെ പറഞ്ഞിടണോ. പരമപരിശുദ്ധമായ ജീവിതം ചെയ്യുമ്പോൾ ആത്മാവിലുണ്ടാകുന്ന അനുഭവ സുഖം, അതാണ് നമ്മൾ മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. ഇനി അഥവാ പറയാൻ കഴിവ് കുറവുള്ള ഒരാളാണെങ്കിൽ പോലും ആ ആളിന്റെ ആ പരിമളം പോലുള്ള പരമാനന്ദാവസ്ഥ കണ്ട്, അഥവാ പരിശുദ്ധ ജീവിതം കണ്ട് കൗതുകം മറ്റുള്ളവർക്ക് ഉണ്ടാകും. അന്വേഷിച്ചറിയും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്. നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടാകുന്നു, നിങ്ങളോട് സമീപിക്കുമ്പോൾ എനിക്ക് ആനന്ദമുണ്ടാകുന്നു. എന്താണ് ഇതിന് കാരണമെന്ന് ആരാഞ്ഞറിയും. അപ്പോൾ നമുക്ക് പറയാം, എന്റെ ഗുരുനാഥൻ ദൈവമാണ്, ലോകത്തിൽ മർത്യനായി വാഴുന്നുണ്ട്. എന്റെ ഗുരുനാഥൻ ദൈവമാണ്, എന്റെ ഗുരുനാഥൻ ദൈവമാണ്, ലോകത്തിൽ മർത്യനായി വാഴുന്നുണ്ട്. മർത്യകുലത്തിന്റെ രക്ഷയ്ക്കായി മർത്യവേഷത്തിൽ താൻ വാഴുന്നുണ്ട്. മർത്യകുലത്തിന്റെ രക്ഷയ്ക്കായി മർത്യവേഷത്തിൽ താൻ വാഴുന്നുണ്ട്. സൃഷ്ടിലോകത്തിൻ്റെ അവസ്ഥയെല്ലാം കൃത്യമായി ചൊല്ലിത്താൻ നൽകിടുന്നു. സൃഷ്ടിലോകത്തിൻ്റെ അവസ്ഥയെല്ലാം കൃത്യമായി ചൊല്ലിത്താൻ നൽകിടുന്നു. സൃഷ്ടിലോകത്തിൻ്റെ അവസ്ഥയെല്ലാം കൃത്യമായി ചൊല്ലിത്താൻ നൽകിടുന്നു. സൃഷ്ടിലോകത്തിൻ്റെ പരലോകത്തിലെ വ്യവസ്ഥയെല്ലാം പരന്മാർക്കായി ദാനമായി നൽകിടുന്നു. പരലോകത്തിലെ വ്യവസ്ഥയെല്ലാം പരന്മാർക്കായി ദാനമായി നൽകിടുന്നു. ആലോകമെന്ന പരലോകവും ഈ ലോകമെന്ന ഈ സൃഷ്ടിലോകവും. ആലോകമെന്ന ആലോകമെന്ന പരലോകവും ഈ ലോകമെന്ന ഈ സൃഷ്ടിലോകവും. ആലോകമെന്ന മധ്യജന്മത്തിൽ തെളിഞ്ഞു കാണാൻ ഉള്ള വ്യവസ്ഥകൾ നൽകിടുന്നു. മധ്യജന്മത്തിൽ തെളിഞ്ഞു
ക്ഷണിക്കുന്നു. സത്യവ്യവസ്ഥകൾ സ്വീകരിച്ചു ജീവിതം ചെയ്താൽ അതുള്ളതാകും. ജീവിതം ചെയ്താൽ അതുള്ളിലാകും. സത്യവ്യവസ്ഥകൾ സ്വീകരിച്ചു ജീവിതം ചെയ്താൽ അതുള്ളിലാകും. സത്യവ്യവസ്ഥ സ്വീകരിച്ചു പരലോകമായി എൻ്റെ ആത്മരൂപം, ഈ ലോകമായി ഈ ശരീരവും. പരലോകമായി എൻ്റെ ആത്മരൂപമോ, ഈ ലോകമായി ഈ ശരീരവും. നന്നായി അറിഞ്ഞു സ്തുതിച്ചിടുവാൻ എൻ്റെ ഗുരുനാഥൻ മുൻപിൽ വായോ. നന്നായി അറിഞ്ഞു സ്തുതിച്ചിടുവാൻ എൻ്റെ ഗുരുവിൻ്റെ മുൻപിൽ വായോ. നന്നായി അറിഞ്ഞു സ്തുതിച്ചിടുവാൻ എൻ്റെ ഗുരുവിൻ്റെ മുൻപിൽ വായോ. നന്നായി അറിഞ്ഞു സ്തുതിച്ചിടുവാൻ എൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ വായോ. കരുത്തോടെ പറയണമെങ്കിൽ സത്യമാകുന്ന ഗുരുവിന്റെ രൂപത്തെ ആത്മരൂപമായി കാണുവാൻ കഴിയണം. ഗുരു അനുഭവപ്പെടുത്തിയിരിക്കുന്ന ജ്ഞാനങ്ങൾ ഒരു ഗ്രന്ഥത്തിലും ഇല്ലാത്തതാണെന്നും ഇത് നിഷ്കളങ്കാത്മാവാക്കി എന്നെ തീർക്കുവാൻ തന്ന സർവജ്ഞാനമാണെന്നും പൂർണ്ണമായി ബോധ്യമുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് കരുത്തോടെ പറയാൻ പറ്റുന്നത് എന്റെ ഗുരുനാഥൻ ദൈവമാണ്. അല്ലാതെ ചെപ്പടി വിദ്യകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു സിദ്ധനല്ല ഇരിക്കുന്നത്. ആ വിധത്തിൽ പല കർമ്മങ്ങളും ചെയ്യുന്ന പലയിടവും ഉണ്ടാവാം. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. പക്ഷെ ഇത് ഇങ്ങനെ നടത്താൻ പറ്റൂ. എങ്ങനെ നടത്തും? അറിവിൽ കൂടി ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ആശ്വാസവും ആനന്ദവും നൽകുന്ന ഏകനാഥനാകുന്ന പരമാത്മാവാണ് ശുഭാനന്ദ ദിവ്യരൂപം. ആ പരമഗുരുവിന്റെ പാദത്തിൽ തീർത്ഥാടകരായി എത്തിയിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ഇതിന്റെ സമാപനമാണെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ നിർത്തുവാൻ തോന്നുന്നില്ല. കാരണം ഈ മനോമുകുരങ്ങളിൽ എത്തി നിന്ന് ആനന്ദിക്കുവാൻ എനിക്ക് കൊതി വർദ്ധിക്കുകയാണ്. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, എപ്പോഴും ഒത്തുചേർന്ന് ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, എപ്പോഴും ഒത്തുചേർന്ന് ആനന്ദിക്കാം. നിയമങ്ങൾ പാലിച്ചും ആശ്രയിച്ചും ഒത്തുചേർന്ന് ആനന്ദമായി വാഴ. നിയമങ്ങൾ പാലിച്ചും ആശ്രയിച്ചും എപ്പോഴും ആനന്ദമായി വാഴാം. അപ്പോൾ ഈ നിലവിൽ നിൽക്കുന്ന ഈ അവസ്ഥ
നിൽക്കുന്ന ഈ അവസ്ഥ, എനിക്ക് നിങ്ങളോടുള്ള അടങ്ങാത്ത ആ പ്രേമവും ആവേശവും, ഭഗവാൻ നമ്മളോടുള്ള അടങ്ങാത്ത പ്രേമവും ആവേശവും, കേൾക്കുമ്പോൾ കൊതി തീരാതെ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന നിങ്ങളുടെ ആവേശം, കേൾക്കുന്നതോറും വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ഒതുവില്ലാത്ത നമ്മുടെ ആവേശം, ഇത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചാൽ, എപ്പോഴും ഒത്തുചേർന്ന് നമുക്ക് ആനന്ദിക്കാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ സത്യജീവിതം ചെയ്യുക, അതിനുവേണ്ടി നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക. സർവശക്തി നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. ഇവിടങ്ങളിൽ നിന്നെല്ലാം തീർത്ഥാടകരായി എത്തിച്ചേർന്നുവോ, ഈ 7 ദിവസങ്ങളിലായി ഏതെല്ലാം പ്രദേശങ്ങളിൽ നിന്ന്, ഈ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, നമ്മുടെ രാജ്യം വിട്ട് വെളിയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് എല്ലാം എത്തിച്ചേർന്നിട്ടുള്ള എന്റെ മനോമന സന്താനങ്ങളെ ഓർത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും തടസ്സം കൂടാതെ ഇവിടെ എത്തിക്കുവാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് കാത്ത് പ്രശോഭിതമായി എന്ന പ്രകൃതിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദേവീദേവന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൂതപരമ്പരകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പൂർവസൂരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മഹർഷീശ്വരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ത്രിമൂർത്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സർവസൽക്കർമ്മികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സന്നിധാനത്തിന് ഉള്ളുംപുറവുമായ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത പുണ്യജന്മങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രദേശത്തും കടന്നു ചെന്ന് ഉറവുകളൊക്കെ പരിഹരിച്ച് വേണ്ടുന്ന ഒരുക്കങ്ങളെ ചെയ്ത് വെടിക്കെട്ടുകൾ നിറച്ച് അത് ആ യാത്ര ചെയ്ത സന്യാസ പരമ്പരകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഭക്ത സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുങ്ങിയ ശാഖാശ്രമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഹൃദയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സർവശക്തി നിങ്ങൾക്കായി എന്നും വാഴട്ടെ, സർവാനുഗ്രഹ വാരിധിയായി വാഴട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ കാരുണ്യം എപ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ, സർവദാ നിറഞ്ഞ് നിങ്ങളോടുകൂടി വാഴട്ടെ. നിങ്ങൾക്കായി പണി കഴിപ്പിക്കുന്ന മഹാഗോപുരം ഏറ്റവും മനോഹരമായി, ശക്തിവത്തായി, ചൈതന്യവത്തായി പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ മഹാരൂപത്തെ കാണുവാനും അതിനെ മറ്റൊരു ശില്പികളിലേക്ക് പകർത്തുവാനും മഹാഭാഗ്യം അനുവദിച്ച് നിയോഗിതമായി നിൽക്കുന്ന ആത്മദീപത്തെ ആരോഗ്യ സൗഖ്യത്തോടെ സർവശക്തി കാത്തു രക്ഷിക്കട്ടെ. അതോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും സർവകർമ്മികളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തി അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ, ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കപ്പെടട്ടെ. ഈ ജനുവരി മാസത്തിൽ തന്നെ വിവിധ ശാഖാശ്രമങ്ങളിൽ നമുക്ക് വാർഷികങ്ങൾ നടക്കാൻ പോവുകയാണ്. ജനുവരി 10-ാം തീയതി ഏന്തയാർ ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികമാണ്. അത് കഴിഞ്ഞ് 15-ാം തീയതി ആനാവൂർ ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികമാണ്. 17-ാം തീയതി മലയാലപ്പുഴ ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികമാണ്. 22-ാം തീയതി റാന്നി ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികമാണ്. 26-ാം തീയതി ബോംബെ അമർനാഥാശ്രമത്തിന്റെ വാർഷികമാണ്. 27-ാം തീയതി ചിറ്റാർ ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികമാണ്. 28-ാം തീയതി പോത്തുംകണ്ടം ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 29-ാം തീയതി ഗൂഡല്ലൂർ തലശ്ശേരി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. ഇങ്ങനെ ഈ ജനുവരി മാസത്തിൽ തന്നെ എത്ര വാർഷികമാണ് ഞാൻ പറഞ്ഞത്? നാടുതോറും വീടുതോറും ഭഗവൻ നാമം പാടട്ടെ, നാടുതോറും വീടുതോറും ഭഗവൻ നാമം പാടട്ടെ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഭഗവൻ നാമം സ്തുതിക്കട്ടെ. ഇത് കീർത്തിക്കുമ്പോ ഇതുപോലും ഇത്രയും മനോഹരമായിരുന്നില്ല. ശാഖാശ്രമങ്ങൾ 1-2 ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇത് പാടിയത്. ആ തിരുശബ്ദം എത്രത്തോളം വർദ്ധിതമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ലോകം മുഴുവൻ നമ്മുടെ ആദർശാശ്രമങ്ങൾ ഉണ്ടാകും, വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സ്ഥാപനം ഉണ്ടാകും. അതിനുവേണ്ടി നമ്മുടെ സന്താനങ്ങൾക്ക് അവിടെ ഭൂമി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നിന്നുകൊണ്ട് നിർവഹിക്കാൻ അവർക്ക് അനുവദിക്കുകയാണ്. നാം
നടക്കുന്ന കർമ്മ പരിപാടികളിലെല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കൃത്യമായി എത്തിച്ചേരുന്ന അനേകം ആത്മാക്കളുണ്ട്. ഇന്നും പല സ്ഥലങ്ങളിൽ പോകുന്നതിന് വല്ല അനുവാദം ചോദിച്ചു കഴിഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്തെല്ലാം മാറ്റിവെക്കാം, എന്തെല്ലാരും ഒന്നും ചോദിക്കുകയില്ല, പക്ഷേ അതിനുള്ള ആവേശമാണ്. എവിടെ ഗുരുവിന്റെ നാമത്തിൽ എന്ത് കർമ്മം നടന്നാലും അത് ഏറ്റവും ശോഭനമാക്കണമെന്ന ആഗ്രഹമാണ് ഓരോരുത്തരും ആവേശമായി നിൽക്കുന്നത്. ആ ആവേശമാണ് അവരിൽ ആഗ്രഹമായി വരുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടതെല്ലാം പ്രകൃതി കൂടി ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ ആശ്രമങ്ങളിലും വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ഒരുക്കി ഗംഭീരമായി ആനന്ദമായി വാർഷികാഘോഷങ്ങൾ നടത്തപ്പെടുമാറാകട്ടെ. ഉന്നതനാകുന്ന ഗുരുവിന്റെ തിരുനാമത്തെ ഏത് പ്രകാരത്തിലും ഈ ലോകത്തിലേക്ക് ഉച്ചൈസ്തരം ഘോഷിക്കുവാൻ തക്ക വിധത്തിൽ പ്രാപ്തിയുള്ള സന്താനങ്ങളായി നിങ്ങൾ വളർന്നു വരുമാറാകട്ടെ. സർവശക്തിയുടെ തിരുനാമത്തിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ നമുക്കൊരു സ്ഥാപനമുണ്ട്. എന്നാൽ അതിന്റെ മുൻപിലായി കുറച്ച് ഭൂമി നമ്മൾ വാങ്ങി. അതിപ്പോൾ വേണ്ട വിധത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ചില ഔദ്യോഗികമായ ചില ബന്ധനങ്ങൾ അതിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ പല ആളുകൾക്കും അത് അറിയാവുന്നതാണ്. വളരെ നാളുകളായി നമ്മൾ അതിന്റെ ആ കെട്ടുപാടുകളൊക്കെ ഒന്ന് മാറ്റി സ്വാതന്ത്ര്യമായി ഉപയോഗിക്കുവാൻ വേണ്ടി പല പ്രാർത്ഥനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒത്തുചേർന്ന് ഈ ആനന്ദാവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് മഹാശക്തിയോട് പ്രാർത്ഥിക്കാം. സർവസ്വാതന്ത്ര്യമായി ആത്മബോധോദയ സംഘത്തിന്റെ സർവസ്വാതന്ത്ര്യമായി ആ പ്രദേശം തന്നെ മാറി വരുവാൻ തക്ക വിധത്തിൽ സർവശക്തിയുടെ തീരുമാനവും നിശ്ചയം ഉണ്ടാകുമാറാകട്ടെ. മഹാശക്തി അതിനായി കനിയുമാറാകട്ടെ. സർവശക്തി കനിയുമാറാകട്ടെ. ഉന്നതമായ ഒരു കേന്ദ്ര സ്ഥാപനമായി സർവശക്തി അതിനെ ഉയർത്തുമാറാകട്ടെ. അതിനോടുകൂടി ബന്ധിച്ചു നിൽക്കുന്ന ഓരോരുത്തരെയും ആ സ്വാമിയെയും എല്ലാം മഹാശക്തി കരുതുമാറാകട്ടെ. നാടുതോറും വീടുതോറും ഭഗവൻ നാമം പാടട്ടെ. തുതിക്കട്ടെ, തുതിക്കട്ടെ, ഭഗവൻ നാമം സ്തുതിക്കട്ടെ. അതിനാകുന്ന ദൈവത്തിന്റെ തിരുനാമത്തിൽ നമുക്ക് ഒത്തുചേർന്ന് ആനന്ദിക്കാം. ഞാൻ വീണ്ടും വീണ്ടും ഇതിനെ പറഞ്ഞു മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവൂല്ലേ? സത്യത്തിൽ ഒട്ടും മനസ്സ് തോന്നുന്നില്ല, സമർപ്പണമാണെന്ന് ചിന്തിക്കാൻ തന്നെ തോന്നുന്നില്ല. കാരണം ഇതുപോലെ കരുതുവാൻ അങ്ങല്ലാതെ ഇഹലോകെ ആരുമില്ല എൻ്റെ നാഥ. എങ്കിലും 5-10 ദിവസമായി ഇവിടെ വന്നു നിന്ന് കർമ്മങ്ങൾ ബന്ധപ്പെടുന്നവരുണ്ട്. ആദ്യ ദിവസം തന്നെ തീർത്ഥാടകരായി വന്നിട്ട് പോകാതെ നിൽക്കുന്നവരുണ്ട്. ഇന്ന് തന്നെ കന്യാകുമാരിയിൽ നിന്ന് വന്നവരുണ്ട്. അവരവർക്ക് അവരവരുടേതായ ജീവിത ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഇരുന്നാൽ ഈ ആനന്ദമുണ്ട്. എങ്കിലും ഭാഗ്യമായ ലോകത്തിലെ ജീവിതം അത്യാവശ്യമാകയാൽ ഇപ്രാവശ്യത്തെ ഈ തീർത്ഥാടനം തൽക്കാലം ഇവിടെ സമർപ്പിക്കാം. സർവശക്തി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തി സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ നേർച്ചകളും നിങ്ങളുടെ ഇരുമുടികളും നിങ്ങളുടെ സങ്കല്പങ്ങളും സ്വീകരിച്ചുകൊണ്ട് മഹാശക്തി നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. മഹാശക്തി നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. മഹാശക്തി നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥനായ ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥനായ കലിയുഗത്തിൽ ഖദ്യായി ഉദയമായി വന്നു. വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ. സത്യസുധാനന്ദോ വാഴണമെന്നോ, സത്യസുധാനന്ദോ വാഴണമെന്നോ, സത്യസുധാനന്ദോ വാഴണമെന്നോ. ഓ
നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ മഹനീയമായ തീർത്ഥാടനം ഇത്ര മനോഹരമായി ആനന്ദമായി നമുക്കൊരുക്കി നടത്തി ഇത്ര കൗതുകകരമായി തന്നെ ഇത് സമാപിക്കുവാൻ സർവശക്തി അനുവദിച്ച ആ മഹാകാരുണ്യത്തെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല. ഓരോ ശാഖകളിൽ നിന്നും എത്ര ആവേശഭരിതരായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേർന്നത്. ഓരോ ദിനങ്ങളിലും വന്നു ചേർന്ന തിരുമുടിക്കെട്ടുകൾ അതാ ദിവസം തന്നെ അഴിച്ച് അതിൻ്റെ വിഭവങ്ങൾ വേർതിരിച്ചാണ് അതിൻ്റെ പ്രസാദം നിങ്ങൾക്കെല്ലാം നൽകിയിരുന്നത്. ഇപ്പോഴും ആ കർമ്മം നടത്തുവാൻ പോവുകയാണ്. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ സന്തോഷവും എന്നാൽ ഇതിനു വേണ്ടി പരിശ്രമിച്ച ആ ത്യാഗങ്ങളെ ഓർക്കുമ്പോൾ ഹൃദയം നുറങ്ങുന്ന വേദനയുമാണ് ഉണ്ടാകുന്നത്. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇതെല്ലാം വരുത്തി വെക്കുവാൻ ഉടമസ്ഥനാകുന്ന ദൈവമാണ് നമുക്ക് മധ്യസ്ഥനായി നിന്ന് ഈ കഷ്ടത സഹിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാവില്ല. എപ്പോഴും അത് ഓർക്കുകയും നന്ദിപ്പെടുകയും ചെയ്യുക. എപ്പോഴും നന്ദിയായി ജീവിക്കുന്നവർക്ക് ഒരാപത്തും ഒരപകടവും ഒരനർത്ഥവും ഒന്നുകൊണ്ടും ഉണ്ടാവുകയില്ല. അങ്ങനെ ആപത്തൊഴിഞ്ഞ് എന്നും ആനന്ദമായി ജീവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുവാനാകട്ടെ. ഉടയവനാ ജഗദീശ്വരന്റെ കരുണയും കരുതലുമാകുന്നു. എളിയവർ